ഗ്രേഡിയൻ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മൂന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തേത് നാലാമത്തെ ക്ലാസ്സാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പെനിൻസുലാർ പ്ലേറ്റ്യൂവിനെ പറ്റി പഠിക്കാൻ പോകുന്നത്. അതിലാദ്യം വരുന്നത് പെനിൻസുലാർ പ്ലേറ്റ്യൂവിലെ നാച്ചുറൽ വെജിറ്റേഷനെ പറ്റിയാണ്. ഒരു സ്ഥലത്ത് സ്വന്തമായിട്ട് മനുഷ്യൻ കൊണ്ട് നടുന്നതല്ല, സ്വന്തമായിട്ട് വളർന്നു വരുന്ന ചെടികളെയാണ് നമ്മൾ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് വിളിക്കുന്നത്. ഈ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഉദ്ദേശിച്ചാൽ ഒരു സ്ഥലത്ത് കാണപ്പെടുന്ന ഫോറസ്റ്റ്, അതങ്ങനെ സിമ്പിളായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ 3 ടൈപ്പ് ഫോറസ്റ്റാണ് പ്രധാനമായിട്ടും പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ കാണപ്പെടുന്നത്. ഈ ഫോറസ്റ്റുകളെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അത് ഫസ്റ്റ് വരുന്നതാണ് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെയാണ് സദേൺ മൗണ്ടൻ ഫോറസ്റ്റ്. അങ്ങനെ 3 ടൈപ്പാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഡെസിഡിയസ് ഫോറസ്റ്റ് ഉണ്ട്, തോൺ ഫോറസ്റ്റ് ഉണ്ട്, മൗണ്ടൻ ഫോറസ്റ്റ്. എന്ന് വെച്ചാൽ ഇല കൊഴിക്കുന്ന വനങ്ങളുണ്ട്, മരുഭൂമി പ്രദേശത്ത് കാണപ്പെടുന്ന പോലത്തെ ഫോറസ്റ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മൗണ്ടൻസ്, വെസ്റ്റേൺ ഗട്ട്സ്, ഈസ്റ്റേൺ ഗട്ട്സും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ മൗണ്ടനിൽ കാണപ്പെടുന്നത് അങ്ങനെ 3 ടൈപ്പ് ഫോറസ്റ്റാണ് ഇവിടെ ഉള്ളത്, പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ ഉള്ളത്. അതിലാദ്യം വരുന്നതാണ് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ്. മുൻപത്തെ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡെസിഡുവസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇല കൊഴിയുന്ന വനങ്ങൾ, അതായത് ഈ പറയുന്ന കാട്ടിലുള്ള മരങ്ങൾ ഒരു പ്രത്യേക സീസൺ എത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഇലകളെല്ലാം കൂടെ കൊഴിച്ച് മരങ്ങൾ മാത്രം, അല്ലെ ചില്ലകൾ മാത്രമായിട്ട് നിൽക്കും. അങ്ങനത്തെ ഫോറസ്റ്റിനാണ് നമ്മൾ ഡെസിഡുവസ് എന്ന് പറയുന്നത്. എന്നാൽ അത് കൊഴിക്കാതെ നമ്മൾ എവർഗ്രീൻ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പെനിൻസുലാർ പ്ലേറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതാണ്? അത് ഈ പറയുന്ന ഡെസിഡുവസ് ഫോറസ്റ്റുകളാണ്. ഏതാണ്ട് 70 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഡെസിഡുവസ് ഫോറസ്റ്റ് കാണാറ്. 70 തൊട്ട് 200 വരെ. അത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാനും പറ്റും. ഏതൊക്കെയാണ്? മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് എന്നും ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ്. ഏതൊക്കെയാണ്? മോയിസ്റ്റ് ഡെസിഡുവസും ഡ്രൈ ഡെസിഡുവസും. അങ്ങനെ 2 ടൈപ്പ്. അപ്പോൾ ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്താ പ്രത്യേകത? പെനിൻസുലാർ പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഫോറസ്റ്റ് എന്ന് ചോദിച്ചാൽ ഏതാണത്? അത് ട്രോപ്പിക്കൽ ഡെസിഡുവസ് ഫോറസ്റ്റ് ആണ്. ഈ ഡെസിഡുവസ് ഫോറസ്റ്റിൽ ഏതാണ് നല്ല മഴ കിട്ടുന്ന സ്ഥലങ്ങളാണ്. അതിന് രണ്ടായിട്ട് തിരിക്കാം, മോയിസ്റ്റ് ഡെസിഡുവസ് എന്നും ഡ്രൈ ഡെസിഡുവസ് എന്നും. അതിലാദ്യം വരുന്നു മോയിസ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, അല്ലെ, ഈർപ്പം, അല്ലെ, ജലത്തിൻ്റെ പ്രസൻസ്. അപ്പോൾ 100 മുതൽ 200 സെൻറ്റിമീറ്റർ വരെ മഴ കിട്ടുന്ന ഭാഗങ്ങളിലാണ് എന്ത് കിട്ടുന്നത്? ഈ പറയുന്ന മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് കാണപ്പെടുന്നത്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്പ്, വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, അല്ലേ? ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഭാഗത്ത് കാണപ്പെടുന്ന മൗണ്ടനാണെന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈസ്റ്റേൺ സ്ലോപ്പ് ഭാഗങ്ങളൊക്കെ കാണപ്പെടുന്നത് ഈ പറയുന്ന മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, ഇതാ കണ്ടോ, ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ നല്ല രീതിയിൽ പച്ചപ്പിൽ കാണപ്പെടുന്ന ഇതാണെന്ത്? മോയിസ്റ്റ് ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയൊക്കെ കാണപ്പെടും? മധ്യപ്രദേശ്, ഛത്തീസ്ഗറിൽ, അതുപോലെ എന്താണ് ചോട്ടാ നാഗ്പൂർ പ്ലേറ്റിലൊക്കെ ഈ ടൈപ്പ് വെജിറ്റേഷനാണ് കാണപ്പെടുന്നത്. തേക്ക്, സാല്, ശീശം, മൗവ, സാൻഡൽവുഡൊക്കെയാണ് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മരങ്ങൾ അല്ലെങ്കിൽ മരത്തിൻ്റെ വെറൈറ്റികളെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഡ്രൈ ഡെസിഡുവസ് എന്തായിരിക്കും? അത് 70 തൊട്ട് 100 സെൻറ്റിമീറ്റർ വരെ. ഇപ്പോൾ ക്ലാസ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ, ഡെസിഡുവസ് എന്ന് വെച്ചാൽ 70 തൊട്ട് 200 വരെ. അതിൽ 100 to 200 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞു എവിടെയാണ്? മോയിസ്റ്റ് ഡെസിഡുവസ് ആണെങ്കിൽ. ബാക്കിയുള്ളത് എത്രയാണ്? 70 തൊട്ട് 100 സെൻറ്റിമീറ്റർ വരെ മഴ കിട്ടുന്നതാണെങ്കിൽ അതാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ 3/4 ഭാഗവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഡെസിഡുവസ് ആണ്. അതിൽ മേജർ മോയിസ്റ്റ് ആണെങ്കിൽ ബാക്കി എന്താണ്? ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് ആണ്. ഓക്കെ, ഈ ഡ്രൈ ഡെസിഡുവസ് ഫോറസ്റ്റ് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, അല്ലേ? ഏതാണ്ട് ഒരു വരണ്ട അവസ്ഥയിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതേ കണ്ടീഷനിൽ തന്നെ മഴ കുറച്ചുകൂടി 70 താഴെ പോവുകയാണെങ്കിൽ അതൊക്കെ എന്തായിട്ട് മാറും? അത് തോൺ ഫോറസ്റ്റ് അല്ലെങ്കിൽ സ്ക്രബ്സ് ആയിട്ട് മാറും. എന്ന് വെച്ചാൽ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ അതെന്താവും? ആ മുൾച്ചെടികളുള്ളൊരു കാടായിട്ടും മാറും. ബാക്കി സ്ഥലങ്ങൾ അങ്ങനെയാണ് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഡ്രൗട്ട് വരുമ്പോൾ, വരൾച്ച വരുമ്പോഴത്തേക്കും ഈ മരങ്ങൾ എന്ത് ചെയ്യും? കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ ലീവ്സ് ഷെഡ് ചെയ്യും. അങ്ങനെ എന്തായിട്ട് മാറും? അത് മരങ്ങളല്ലല്ലോ, ഇലകളില്ലാത്ത മരങ്ങളായിട്ട് ഇവിടെ കാണുന്ന പോലത്തെ മരങ്ങളായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെയും തേക്ക്, റോസ്വുഡ്, ആക്സിൽവുഡ്, ബാംബു ഒക്കെയാണ് ഇവിടെ കാണുന്ന പ്രധാനപ്പെട്ട മരങ്ങളുടെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മോയിസ്റ്റ് ഡെസിഡുവസും ഡ്രൈ ഡെസിഡുവസും എന്താണ് ഡെസിഡുവസ് എന്ന് മനസ്സിലായെങ്കിൽ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റിലോട്ട് പോവാം. അപ്പോൾ ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും? ഇവിടെ മുൾച്ചെടികളാണ് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത്? കാണപ്പെടുന്നത്. 75 സെൻറ്റിമീറ്ററിൽ താഴെ മഴ ലഭിക്കുന്ന സ്ഥലങ്ങളിലാണ് ട്രോപ്പിക്കൽ തോൺ ഫോറസ്റ്റ് നോർമലായിട്ട് കാണപ്പെടുന്നത്. ടെമ്പറേച്ചർ എന്തായിരിക്കും? ഹൈ ടെമ്പറേച്ചർ ആയിരിക്കും, മഴ കുറവുമായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ഉയരമൊക്കെ കുറഞ്ഞിട്ടുള്ള മുൾച്ചെടികളായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ വരണ്ട പ്രദേശങ്ങൾ വരുന്ന
അക്കേഷ്യ, യൂഫോർബിയ, ഡേറ്റ് പാമ്പ് പോലെയുള്ള മരങ്ങളും അതുപോലെ തന്നെ ഗ്രാസ് പുല്ലിനങ്ങളും ഒക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. മഹാരാഷ്ട്രയിലെ സെമി ഏറിഡ് റീജിയൻസ്, അതുപോലെ തന്നെ എന്താണ് കർണാടകയിൽ നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ ഘട്ട്സിൻ്റെ ഈസ്റ്റ് ഭാഗങ്ങളിലോട്ടൊക്കെ കുറച്ച് ഭാഗങ്ങൾ എന്താ കാണപ്പെടുന്നത്, ത്രോൺ ഫോറസ്റ്റ് ആണ് കാണപ്പെടുന്നത്. ആന്ധ്രാപ്രദേശിൻ്റെയും തമിഴ്നാടിൻ്റെയും തെലങ്കാനയുടെയും ഡ്രൈ ഏരിയകളിലും ഇത്തരം ഫോറസ്റ്റ് കാണാറുണ്ട്. നിങ്ങളിവിടെ നോക്കിയാൽ കാണാം അല്ലേ, വലിയ മരങ്ങളായിട്ടൊന്നും അല്ല, കുറേ മുള്ളുള്ള ചെടികളൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. അങ്ങനെയുള്ള ഫോറസ്റ്റിനെയാണ് നമ്മൾ ട്രോപ്പിക്കൽ ത്രോൺ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ലാസ്റ്റ് വരുന്നതാണ് എന്ത്, മൗണ്ടെയിൻ ഫോറസ്റ്റ് അല്ലെങ്കിൽ മൗണ്ടൻ ഫോറസ്റ്റ്. മൗണ്ടൻ റീജിയൻ ഉണ്ട്. ഈ മൗണ്ടൻ റീജിയണിൽ കാണപ്പെടുന്ന ഫോറസ്റ്റിനെയാണ് നമ്മൾ മൗണ്ടെയിൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ഥലങ്ങളിൽ നല്ല ഉയരങ്ങളിലായിരിക്കും. മൗണ്ടൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉയരങ്ങളിലായിരിക്കും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, ഹയർ റീച്ചസ് ഓഫ് ദ പ്ലേറ്റ്യൂ, അതായത് വെസ്റ്റേൺ ഘട്ട്സ്, വിന്ധ്യ റേഞ്ചസ്, നീലഗിരി മലനിരകൾ പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം ഫോറസ്റ്റുകൾ കാണപ്പെടുന്നത്. നല്ല ഉയരത്തിലായിരിക്കും, 1500 മീറ്ററിനൊക്കെ മുകളിലാണത് കാണപ്പെടുന്നത്. ടെമ്പറേറ്റ് വെജിറ്റേഷനാണ് എന്ന് വെച്ചാൽ എന്താണ്, കുറച്ചുകൂടെ നമ്മൾ ചൂടുള്ള സ്ഥലത്ത് കാണുന്ന ട്രോപ്പിക്കൽ അല്ല, കുറച്ചുകൂടി തണുപ്പുള്ള സ്ഥലത്ത് കാണപ്പെടുന്ന രീതിക്കുള്ള ചെടികളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, നീലഗിരി, പളനി, ആനമല എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ പറയുന്ന ഫോറസ്റ്റ് കാണുന്നത്. ഇനി നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ കാണുന്ന മൗണ്ടൻ റീജിയണിൽ കാണുന്ന ഇത്തരം ഫോറസ്റ്റുകൾ ഷോല ഫോറസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ ചോലവനങ്ങൾ എന്ന് പറയും. എന്ന് വെച്ചാൽ ഈ ചോലവനങ്ങളുടെ പ്രത്യേകത മൗണ്ടൻ ഭാഗത്തുള്ള കാടാണ്. അധികം ഉയരമൊന്നുമില്ലാത്ത സ്റ്റാൻഡേർഡ് ഗ്രോത്തുള്ള മരങ്ങളും നല്ല ഗ്രീനായിട്ടുള്ള ചെടികളൊക്കെ കാണപ്പെടുന്ന ഒരു ഫോറസ്റ്റിനാണ് നമ്മൾ ചോലവനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത് ഈ സൗത്ത് ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു പ്രത്യേക വെറൈറ്റി ഓഫ് ഫോറസ്റ്റിന് അറിയപ്പെടുന്ന പേരാണ്. അപ്പോൾ നീലഗിരിയിലും പളനിയിലും ആനമലയിലും ഒക്കെ കാണുന്നതും ഈ പറയുന്ന ചോലവനങ്ങളാണ്. ഇനി നമുക്ക് ഫോറസ്റ്റ് കഴിഞ്ഞെങ്കിൽ നേരെ എന്തിലോട്ട് പോകാം, സോയിലിലോട്ട് പോകാം. വീണ്ടും പറയേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, സിമ്പിൾ കാര്യങ്ങളല്ലേ. ഇതിനകത്ത് ഡെസിഡീസിൻ്റെ കാര്യമൊക്കെ നമ്മൾ മുന്നേയും പഠിച്ചത് തന്നെയാണ്. ത്രോൺ ഫോറസ്റ്റ് നമ്മൾ മുമ്പേ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, സോയിൽ ടൈപ്പിലോട്ട് പോകാം. പെനിൻസുലാർ പ്ലേറ്റ്യൂവിൻ്റെ പല ഭാഗങ്ങളിൽ പലതരം മണ്ണുകളാണ് കാണപ്പെടുന്നത്. നമുക്ക് പ്രധാനമായിട്ടും ഒരു 4 ടൈപ്പ് മണ്ണുകളായിട്ട് നമുക്കതിനെ തിരിക്കാൻ പറ്റും. ഒന്നാമത് പറയുന്നത് ബ്ലാക്ക് സോയിലാണ്, രണ്ടാമത് വരുന്നത് റെഡ് സോയിലാണ്, മൂന്നാമത് വരുന്നത് ലാറ്ററൈറ്റ് സോയിലാണ്, നാലാമത് വരുന്നത് മൗണ്ടെയിൻ ഫോറസ്റ്റ് സോയിലാണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, നമുക്ക് പെനിൻസുലാർ പ്ലേറ്റിൽ കാണപ്പെടുന്ന മണ്ണുകൾ നമ്മൾ ഇൻസൈറ്റു സോയിൽ എന്നാണ് പറയുന്നത്. എന്താണ് ഇൻസൈറ്റു? അപ്പോൾ ഇൻസൈറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള മണ്ണിനങ്ങൾ ഒരു ഡെപ്പോസിഷൻ, ഒരു നദിയോ മറ്റൊന്നും ഡെപ്പോസിറ്റ് ചെയ്തൊന്നും ഫോം ചെയ്ത, അല്ലെങ്കിൽ കാറ്റ് കൊണ്ടുവന്നു, അല്ലെങ്കിൽ കാറ്റ്, ഒഴുകുന്ന വെള്ളം, തിരമാല, ഗ്ലേഷ്യർ അല്ല, ഇതൊന്നും കൊണ്ടുവന്ന് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് ഫോം ചെയ്ത മണ്ണല്ല ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്ന മണ്ണെല്ലാം ഇവിടെ തന്നെ ഉള്ള പാറകൾക്ക് വെതറിങ് സംഭവിച്ച് ഫോം ചെയ്തതാണ്. അങ്ങനെയുള്ള മണ്ണിനെയാണ് നമ്മൾ ഇൻസൈറ്റു സോയിൽ എന്ന് പറയുന്നത്. അതായത് ദാറ്റ് റെസ്റ്റ് ഓവർ ദ പ്ലേസ് അറ്റ് വിച്ച് ദേ ആർ ഫോംഡ്. എവിടെയാണോ രൂപപ്പെട്ടത്, അല്ലെ മണ്ണെങ്ങനെയാണ് രൂപപ്പെടുന്നത്, വലിയ പാറകൾ. ഈ പാറകളിൽ മഞ്ഞും മഴയും ഒക്കെ വരുമ്പോഴത്തേക്കും ഇത് പൊടിഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മാറുന്നു. അത് വീണ്ടും പൊടിഞ്ഞ് ചെറിയ തരികളായിട്ട് മാറുന്നു. അതാണ് മണ്ണായിട്ട് മാറുന്നത്. ഈ മണ്ണ് സാധാരണ നമ്മൾ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ പഠിച്ചപ്പോൾ പറഞ്ഞല്ലേ, മലമുകളിലുണ്ടാകുന്നത് നദികൾ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് നോർത്തേൺ പ്ലെയിനിൽ അലൂവിയൽ സോയിലൊക്കെ ഉണ്ടായത്. പക്ഷേ ഇവിടെ കാണുന്ന സോയിലുകൾ അങ്ങനെയുള്ളതല്ല. ഇവിടെ ഉള്ള പാറകൾ തന്നെ എന്താണ് വെതറിങ്ങിലൂടെ ഫോം ചെയ്ത മണ്ണുകളാണ് പെനിൻസുലാർ പ്ലേറ്റിൽ കാണപ്പെടുന്നത്. ഇനി നേരത്തെ പറഞ്ഞ ടൈപ്പാണെങ്കിൽ നമ്മളതിനെ ട്രാൻസ്പോർട്ടഡ് സോയിൽ എന്ന് പറയും, റിവറോ വിൻഡോ ഒക്കെ കൊണ്ടുവരുന്നതാണെങ്കിൽ. അപ്പോൾ പെനിൻസുലാർ പ്ലേറ്റ്യൂവിൽ മൊത്തം 4 തരം സോയിൽ: ബ്ലാക്ക് സോയിൽ, റെഡ് സോയിൽ, ലാറ്ററൈറ്റ് സോയിൽ, മൗണ്ടൻ ഫോറസ്റ്റ് സോയിൽ. അതിലാദ്യം വരുന്നു ബ്ലാക്ക് സോയിൽ. പേര് പറയുന്നത് പോലെ തന്നെ കറുത്ത നിറത്തിൽ കാണപ്പെടുന്ന സോയിലാണ് എന്ത്, ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ ഈ കാണുന്ന ഭാഗത്താണ്, ഈ ബ്ലാക്ക് നിറത്തിൽ മാപ്പിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്താണ് ബ്ലാക്ക് സോയിൽ അധികമായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ ബ്ലാക്ക് സോയിൽ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഡെക്കാൻ പ്ലേറ്റിൻ്റെ ഈ ഒരു ഭാഗം നമുക്ക് ലാവ തണുത്തുറഞ്ഞ് ഫോം ചെയ്ത സ്ഥലമാണ്. ഡെക്കാൻ ട്രാപ്പ് റീജിയൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ അത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാവ ഫോം ചെയ്ത്, ലാവ തണുത്തുറഞ്ഞ് ഫോം ചെയ്ത പാറകൾ, ആ പാറകൾ നമ്മൾ വിളിക്കുന്ന പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നിയസ് റോക്സ് എന്നാണ്. എന്താണ്? ഇഗ്നിയസ് റോക്സ്. ഈ ഇഗ്നിയസ് റോക്കുകൾക്ക് എന്ത് സംഭവിക്കുന്നു, വെതറിങ് സംഭവിച്ച് ഫോം ചെയ്യുന്നതാണ് ബ്ലാക്ക് സോയിൽ. നമ്മളിതിന് ബസാൾട്ട് റീജിയൻ എന്നും പറയും. ഓക്കെ, ബസാൾട്ട് സോയിൽ എന്നും ബസാൾട്ട് റോക്ക് എന്നും, ഇഗ്നിയസ് റോക്ക് നമ്മൾ ബസാൾട്ട് റോക്ക് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ബ്ലാക്ക് സോയിൽസ് ആർ ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ലോങ് ടേം വെതറിങ് ഓഫ് ദ ലാവ റോക്ക്. ആ റോക്കിനെ വിളിക്കുന്ന പേരാണ് ബസാൾട്ട്, അല്ലെങ്കിൽ അതിനെ ഇഗ്നിയസ് റോക്ക് എന്നും പറയാറുണ്ട്. ടെക്സ്റ്റിൽ പറയുന്ന 2 പേരും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ബസാൾട്ട് പഠിച്ചു വയ്ക്കുക.
അപ്പോൾ എവിടെയൊക്കെയാണ് കാണപ്പെടുന്നത് മാപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. ഈ ഭാഗം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്, ഈ ഭാഗം എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്, ഇവിടെ ഗുജറാത്തുണ്ട്, ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, താഴെ ആന്ധ്രാപ്രദേശിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്, മുകളിൽ തെലങ്കാനയുടെ ഭാഗങ്ങളുണ്ട്, തമിഴ്നാടിൻ്റെ ചില ഭാഗങ്ങളിലും ബ്ലാക്ക് സോയിൽ കാണപ്പെടാറുണ്ട്. ഈ ബ്ലാക്ക് സോയിലിന് നമ്മൾ ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നും പറയും. എന്ത് പറയും? ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്ന് പറയും. അതുപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് സോയിലിനെ റഗർ സോയിൽ എന്നും പറയാറുണ്ട്. നല്ല രീതിയിൽ ഈർപ്പം പിടിച്ചു നിർത്താനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായൊരു സോയിലാണ് ബ്ലാക്ക് സോയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലാക്ക് സോയിലിൻ്റെ പ്രത്യേകത എന്താണ്? ലാവ റോക്കുകൾ വെതറിങ്ങിലൂടെ ഫോം ചെയ്യുന്ന റോക്കാണ് ബ്ലാക്ക് സോയിൽ. ബ്ലാക്ക് സോയിൽ കാണപ്പെടുന്ന റീജിയൻ ഡെക്കാൻ ട്രാപ്പ് റീജിയനാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ബ്ലാക്ക് സോയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെ സ്റ്റേറ്റ് വരും? മഹാരാഷ്ട്ര വരും, മധ്യപ്രദേശ് വരും, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഗുജറാത്തൊക്കെയാണ് കാണപ്പെടുന്നത്. വിളിക്കുന്ന മറ്റൊരു പേര് റഗർ സോയിൽ. എങ്കിൽ അടുത്ത് വരുന്നതാണ് റെഡ് സോയിൽ. ഇതും നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇരുമ്പിൻ്റെ പ്രസൻസ് കാരണം ഒരു റെഡിഷ് കളറിൽ കാണപ്പെടുന്ന സോയിലാണ് എന്തെന്ന് പറയുന്നത്? റെഡ് സോയിൽ എന്ന് പറയുന്നത്. ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള മെറ്റാമോർഫിക് റോക്കുകളുടെ വെതറിങ് കാരണമാണ് ഇത് ഫോം ചെയ്യുന്നത്. അപ്പോൾ മെറ്റാമോർഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഗ്നിയസ് റോക്കുകൾക്കോ സെഡിമെൻ്ററി റോക്കുകൾക്കോ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ച് കാരണം ഫോം ചെയ്യുന്നതാണ് മെറ്റാമോർഫിക് റോക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഇതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്താണ് മെറ്റാമോർഫിക് റോക്കുകൾ? അതിൻ്റെ വിതറിങ് കാരണം ഫോം ചെയ്ത സോയിലാണ് റെഡ് സോയിൽ. റെഡ് തന്നെ ആകണമെന്നില്ല, അത് ബ്രൗൺ ആയിട്ടും ഗ്രേ ആയിട്ടും യെല്ലോ കളറിലും ഒക്കെ എന്ത് ചെയ്യും? കാണപ്പെടാറുണ്ട്. ഇരുമ്പിൻ്റെ ഓക്സൈഡ് ആണോ അല്ലേ, അതിൻ്റെ ഹൈഡ്രേറ്റഡ് ഫോമിലാണോ അൺഹൈഡ്രേറ്റഡ് ഫോമിലാണോ എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഈ കളർ വ്യത്യാസമൊക്കെ വരുന്നത്. ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ചുവപ്പ് നിറത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റെഡ് സോയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ പല പല വെറൈറ്റികൾ എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. അപ്പോൾ റെഡ് സോയിലിന് റെഡ് കളർ കിട്ടിയത് എന്തുകൊണ്ടാണ്? ഇരുമ്പിൻ്റെ പ്രസൻസ് കൊണ്ടാണ്. അതൊന്ന് നോക്കി വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതാണ് ലാറ്ററൈറ്റ് സോയിൽ. ഈ ലാറ്ററൈറ്റ് സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലാറ്റിൻ വാക്കായിട്ടുള്ള ലാറ്റർ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്ക്. ബ്രിക്ക് എന്ന വാക്കിൽ നിന്നാണ് ഈ ലാറ്ററൈറ്റ് സോയിലിന് ഈ ഒരു പേര് കിട്ടുന്നത് തന്നെ. കാരണം നമ്മൾ വെട്ടുകല്ലെന്ന് പറയും. നിങ്ങൾ ജയസൂര്യയുടെ വെള്ളം എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ കാണിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ടൈൽസ് ഉണ്ടല്ലോ, വാട്ടർമാൻ ടൈൽ എന്നൊക്കെ പറയുന്നത്, അത് ലാറ്ററൈറ്റ് കല്ലുകളിൽ നിന്ന് വെട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കല്ലുകളൊക്കെ വെതറിങ് സംഭവിച്ച് ഫോം ചെയ്യുന്ന സോയിലാണ് ലാറ്ററൈറ്റ് സോയിൽ. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? കാണുന്നുണ്ട്. ഇവിടെ കണ്ടോ, മാപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ആ ചുവന്ന നിറത്തിൽ കാണുന്നതൊക്കെ ലാറ്ററൈറ്റ് സോയിലിൻ്റെ പ്രസൻസ് ആണ്. എന്താ സംഭവം? ലാറ്ററൈറ്റ് സോയിൽ ഫോം ചെയ്യുന്നത് ഒരു സ്ഥലത്ത് ആൾട്ടർനേറ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഒന്നിടവിട്ട് മഴക്കാലവും അതുപോലെ തന്നെ വരൾച്ചയും വരും. അത് ചൂടും തണുപ്പും അല്ലെങ്കിൽ വെള്ളവും ഡ്രൈനസ്സും ഇങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ എന്ത് സംഭവിക്കും? ലീച്ചിങ് സംഭവിക്കും. അതായത് സിലിക്ക, ലൈം പോലെയുള്ള സാധനങ്ങൾ മണ്ണിൽ നിന്ന് അലിഞ്ഞു പോയിട്ട് ബാക്കി നിൽക്കുന്ന സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന ബാക്കി നിൽക്കുന്ന മണ്ണിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. ദ സോയിൽ വിച്ച് ഈസ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് ലീച്ചിങ് ഓഫ് ദ മിനറൽസ് സച്ച് എസ് സിലിക്ക ആൻഡ് ലൈം ഫ്രം ദ സോയിൽ അറ്റ് പ്ലേസസ് എക്സ്പീരിയൻസിങ് ഓൾട്ടർനേറ്റ് പീരിയഡ്സ് ഓഫ് ഹെവി റെയിൻ ആൻഡ് ഡ്രൗട്ട്. മനസ്സിലായല്ലോ എന്താ ഉദ്ദേശിക്കുന്നത്? മഴയും ചൂടും ഇങ്ങനെ മാറി മാറി വരുന്ന സ്ഥലങ്ങളിൽ മണ്ണിലുള്ള സിലിക്ക, ലൈം പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും? വാഷ് ചെയ്ത് പോകും. അപ്പോൾ പിന്നെ ബാക്കി കാണുന്ന ആ ഒരു പ്രത്യേക ഡ്രൈ ആയിട്ടുള്ളൊരു മണ്ണിനെയാണ് എന്ത് വിളിക്കുന്നത്? ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗത്തും ഈസ്റ്റേൺ ഗട്ട്സിൻ്റെ ഭാഗത്തും രാജ്മഹൽ ഹിൽസ്, വിന്ധ്യ സത്പുര റേഞ്ചസ്, മാൽവ പ്ലേറ്റിലൊക്കെ എന്താണ്? ലാറ്ററൈറ്റ് സോയിലിൻ്റെ പ്രസൻസ് കാണാറുണ്ട്. ഫെർട്ടിലിറ്റി കുറച്ച് കുറഞ്ഞ മണ്ണാണ് ലാറ്ററൈറ്റ് സോയിൽ. നിങ്ങൾ മോണെങ്കിൽ ഓർത്ത് വയ്ച്ചോ, റബ്ബർ, കോഫി, അരക്കനട്ട് പോലുള്ള സാധനങ്ങൾ, ടീ, ഇതിൻ്റെയൊക്കെ കൾട്ടിവേഷൻ ഈ മണ്ണ് നല്ലതാണ്. എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഫെർട്ടിലൈസേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ കൃഷി ചെയ്യാനായിട്ട് പറ്റും. അതിൽ തന്നെ റബ്ബറിൻ്റെ കൾട്ടിവേഷന് നല്ലൊരു സോയിൽ അല്ലെങ്കിൽ അനുയോജ്യമായ സോയിലൊന്നാണ് എന്ത്? ലാറ്ററൈറ്റ് സോയിൽ. അപ്പോൾ നമ്മുടെ കേരളത്തിൽ റബ്ബർ കൃഷി അത്യാവശ്യമുള്ളതിൻ്റെ ഒരു കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാണ് ലാറ്ററൈറ്റ് സോയിൽ. ലാസ്റ്റ് വരുന്നത് മൗണ്ടൻ സോയിൽ. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഗട്ട്സും മൗണ്ടൻസ് ഉണ്ടല്ലോ. ഈ മൗണ്ടൻ്റെ സ്ലോപ്പുകളിലൊക്കെ കാണപ്പെടുന്ന മണ്ണാണ് എന്ത്? മൗണ്ടെയിൻ സോയിൽ എന്ന് പറയുന്നത്. പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് വെച്ചാൽ അറിയാമല്ലോ. എന്താ പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് വെച്ചാൽ? പ്ലാന്റേഷൻ, തോട്ടവിളകൾ എന്ന സംഭവം ഒരു ടൈപ്പ് ഓഫ് ചെടി നമ്മളൊരു വലിയ ഏരിയയിൽ നട്ടുപിടിപ്പിച്ചിട്ട് ഒരു കൊമേഴ്ഷ്യൽ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ അതിനാണ് നമ്മൾ പ്ലാന്റേഷൻ എന്ന് വിളിക്കുന്നത്. തേയിലത്തോട്ടം, കാപ്പിത്തോട്ടം, റബ്ബർ തോട്ടം, തോട്ടവിളകൾ, പ്രധാനമായിട്ട് സ്പൈസസ് ഒക്കെയാണ് ഇവിടെ കൂടുതൽ വരുന്നത്. അല്ലെങ്കിൽ കോഫി, ടീ പോലുള്ള സാധനങ്ങൾ. അപ്പോൾ മലയോര പ്രദേശങ്ങളിലൊക്കെ നമ്മൾ കോട്ടയം, ഇടുക്കി അവിടെയൊക്കെ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഈ പറയുന്ന ആ സ്ഥാനങ്ങളൊക്കെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന സോയിലാണ് ഈ മൗണ്ടെയിൻ സോയിൽ എന്ന് പറയുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കാണുന്നുണ്ട്.
അപ്പോൾ ഇതാണ് മൗണ്ടൻ സോയിലിനെ പറ്റി പറയുന്നത്. ഇനി വരുന്നത് അഗ്രികൾച്ചറാണ്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സിലെടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2 സിമ്പിൾ ടോപ്പിക്കാണ് പറയുന്നത്. നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായതുകൊണ്ടാണ് കൂടുതൽ വിശദീകരിക്കാത്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.